നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ആലപ്പുഴയിൽ ഗൂണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം. വലിയകുളങ്ങര ക്ഷേത്രോത്സവത്തിന്റെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ തൃക്കുന്നപ്പുഴ സ്വദേശി വിഷ്ണുവിനെ എതിർ ഗൂണ്ടാ സംഘമെത്തി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂട്ടത്തലിൽ 10ഓളം പേർക്ക് പരിക്കുണ്ട്, 2 പേരുടെ നേരെ ഗുരുതരവുമാണ്. തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ ഉണ്ടായ അടിയുടെ ഗൂണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിലുള്ള മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കയ്യിൽ കുറുവടിയോ വലിയ കമ്പോ ഒക്കെ ഉണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിന് റിവോൾവർ കണ്ടെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ലെവൽ ഗുണ്ടകളാ. ഹാഷ്മി അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ചില്ലറ പരിപാടിയല്ല കാണിച്ചിരിക്കുന്നത്. രാവിലെ പുലർച്ചെയാണ് ഈ ക്ഷേത്ര ഉത്സവത്തിനിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നാളുകൾക്ക് മുന്നേ നടന്ന ഒരു സംഘർഷത്തിന്റെ ബാക്കിപത്രമാണ് ഇന്ന് പുലർച്ചെ അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അടി കൊണ്ടവരും അടി കൊടുത്തവരുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലായി ഗുരുതര പരിക്കേറ്റ് പല ആശുപത്രികളിലായി ചികിത്സയിലാണ്. മൊഴി രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ആരും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ആദ്യം റിവോൾവർ ചൂണ്ടുന്നത് വിഷ്ണു എന്ന വ്യക്തിയാണ്, യുവാവാണ്. ഇയാൾ തൃക്കുന്നപ്പുഴ സ്വദേശി തന്നെയാണ്. വിഷ്ണുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് റിവോൾവറാണ്. റൗണ്ട്സ് ഇട്ട് അതിൽ വെടിയുണ്ട നിറച്ച് വെടിയുതിർക്കുന്ന റിവോൾവർ ടൈപ്പ് തോക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ അതിൽ ശബ്ദവും കേൾക്കാം. 3-4 തവണ ഈ റിവോൾവർ ലോഡ് ചെയ്ത് അയാൾ വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഉണ്ടയില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അത് പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ ഉണ്ടയില്ല എന്ന് കണ്ടതോടെയാണ് ചുറ്റും നിന്നവർ, അതായത് എതിർ ഗുണ്ടാ സംഘത്തിലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന പട്ടികയൊക്കെ എടുത്ത് വിഷ്ണുവിനെ കുതിരെ തല്ലുന്നത്. എന്തായാലും മാരകമായി തന്നെ വിഷ്ണുവിന് പരിക്കേറ്റിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഗുരുതരമായി തന്നെ ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലുമൊക്കെ ചികിത്സയിലാണ്. എന്തായാലും ഈ ചില ആളെയാണോ പട്ടികയിട്ട് അടിച്ച് തല പൊട്ടിച്ചേ? അതെ ഹാഷ്മി, അതായത് ഈ തോക്ക് ചൂണ്ടി അദ്ദേഹം വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഉണ്ടയില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ മറ്റെതിർ ഗുണ്ടാ സംഘത്തിലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന പട്ടികയൊക്കെ എടുത്ത് ഈ വിഷ്ണുവിനെ പൊതിരെ തല്ലുന്നത്. വിഷ്ണുവിനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ തലയാണ് അടിച്ചു പൊട്ടിച്ചത്. അത് എതിർ ഗുണ്ടാ സംഘത്തിലെ ആളുകളാണ്. ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം എന്താണ് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. വിഷ്ണു തിരിച്ചും ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ഉൾപ്പെടെ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ 2 പേരാണ് സാമാന്യം നല്ല പരിക്കുണ്ട്, അതീവ ഗുരുതരമായ പരിക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ പോലീസ് പിടിച്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഈ സമയത്ത് പോലീസിനെ വിളിക്കുന്നത്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുണ്ട്. അതിന് പുറമെ കൂടുതൽ പോലീസ് എത്തിയാണ് ഈ ഗുണ്ടാ സംഘത്തിലെ യുവാക്കളെ പിടിച്ച് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിൽ ചില ആളുകൾ കസ്റ്റഡിയിലുണ്ട്, പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഒപ്പം ഉണ്ടായിരുന്നവർ തല്ലുന്നത് കണ്ട് കൂടെ കയറി തല്ലി എന്നുള്ളതാണ് അവർ പോലീസിന് നിലവിൽ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും വലിയ രീതിയിൽ ഭയപ്പെട്ടു. കാരണം തോക്കെടുത്ത് വെടിവെക്കുക എന്നുള്ളത് വലിയ ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ തോക്ക് ഉണ്ടയില്ല എങ്കിൽ പോലും വലിയ ശബ്ദം അതിൽ നിന്നുണ്ടായിരുന്നു. എന്തായാലും 2 പേർക്ക് പരിക്ക്, ചില ആളുകൾ കസ്റ്റഡിയിലുണ്ട്. പോലീസ് കേസെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.